ജുഗതിയർ. നിലമ്പൂര് തെരഞ്ഞെടുപ്പ് വലിയൊരു വിഷയമായിട്ട് നിൽക്കുന്ന സമയമാണ്. ഒരു കാര്യമില്ല, നമ്മൾ ആർക്ക് വോട്ട് ചെയ്താലും അതിൽ ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല. എല്ലാവരും അത് തന്നെ ചെയ്യാൻ പോകുന്നുള്ളൂ. എല്ലാവരും ഓരോ കാരണങ്ങൾ പറഞ്ഞ് വോട്ട് ചോദിക്കാൻ വരും. സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിൽ ഏത് കാര്യത്തിനും വോട്ട് ചെയ്താലും ഇവര് ആ കാര്യങ്ങളൊന്നും നടത്താനുള്ള ഉദ്ദേശത്തിലൊന്നുമല്ല ആ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷെ ചില തന്ത്രങ്ങൾ അതിൽ വളരെ രസകരമായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്. അതായത് നമ്മളുടെ സ്വരാജ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തി. അപ്പോൾ നിർത്തുന്നതിന് മുമ്പ് എന്താ പറയുക, കോൺഗ്രസിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന MLA ആണ് ഇപ്പോൾ പാലക്കാട്. അദ്ദേഹം പറയാണ് സ്വരാജിനെ നിർത്ത് എന്ന് പറഞ്ഞു. ഒരു വെല്ലുവിളിയാണ്. CPM സ്വരാജിനെ നിർത്തി. അപ്പൊ നിർത്തി കഴിയുമ്പോൾ സ്വരാജിനെ നിർത്തിയത് സ്വരാജിനല്ലാണ്ട് വേറെ കാൻഡിഡേറ്റിനെ കിട്ടിയില്ലേ എന്ന് അവര് തന്നെ പറയും. ഇത് എത്രയും കോമഡിയാണത്. കാരണം സ്വരാജിനെ നിങ്ങൾക്ക് സ്വരാജിനെ നിർത്ത് എന്ന് പറഞ്ഞ് എന്താ നിർത്താൻ നിങ്ങൾക്ക് പേടിയാണോ, സ്വരാജിനെ നിർത്താൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുന്നല്ലേ, സ്വരാജിനെ എന്താ ഒതുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തി കഴിഞ്ഞാൽ പിന്നെ സ്വരാജിനെ നിർത്തിയതായി കുറ്റം. BJPക്ക് അവിടെ സ്ഥാനാർത്ഥിയെ BJP നിർത്തുന്നില്ല എന്ന് പറഞ്ഞു. BJP അവിടെ സ്ഥാനാർത്ഥി നിർത്തുന്നില്ല എന്ന് പറഞ്ഞപ്പം BJP പേടിച്ചോടി BJP അവിടെ ഇതായി, BJP CPMന് വോട്ട് മറിക്കും, കോൺഗ്രസിന് വോട്ട് മറിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകൾ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞപ്പോ BJP സ്ഥാനത്തിന് നിർത്തി കഴിഞ്ഞപ്പോ നിർത്തിയതായി പ്രശ്നം. അവരെന്തിനാണ് തോക്കെന്ന് പറഞ്ഞു പിന്നെ ഇതിനാ വന്ന് നിർത്തിയത്, നിർത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇത്തരം ചർച്ചകളിലേക്ക് വരികയാണ്. ഇതിനിടയിലൂടെ രഹസ്യമായി CPMനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എപ്പോഴും അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവര് ഒരു നുണയെ വളരെ രസകരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അതിനെ പറഞ്ഞ് നമുക്കിടയിൽ പ്രചരിപ്പിക്കാനും കഴിയുന്ന ഒരു വലിയ കപ്പാസിറ്റി ഉണ്ട്. KPICയിൽ ഇതൊക്കെ ലാസ്റ്റ് പറഞ്ഞിരുന്ന കഥയുണ്ടല്ലോ, നുണ പറയുന്നവരെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവര് തന്നെ നുണ പറഞ്ഞ് നൈസായിട്ട് അങ്ങ് ഒരു നുണ എത്തിയായിട്ട് മരിച്ചുപോയൊരു എന്താ പറയുക നടിയാണ് അവസാനം. കാരണം ആ മദ്യത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മളോട് പറഞ്ഞു നുണ പറയുന്നവരെ സൂക്ഷിക്കുക. എന്ത് ടാഗ് ലൈൻ ആയിരുന്നു അതൊക്കെ. അവർക്ക് ആ സമയങ്ങളിൽ അവർക്ക് പണത്തിന് മറ്റേ അക്കാദമി മറ്റേ ചെയർമാൻ മറ്റേ തസ്തികകളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരെ നുണ പറയാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ്. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. ഇപ്പോഴത്തെ നുണ സ്വരാജിനെ തോൽപ്പിക്കാൻ വേണ്ടി പിണറായി വിജയൻ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തുണ്ടാവാന്ന് വെച്ചാൽ പിണറായിയോട് വിരോധമുള്ള ആൾക്കാര്, പിണറായിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഓൾറെഡി ഒക്കെ വോട്ട് ചെയ്യും. പിണറായിയോട് വിരോധമുള്ള ആൾക്കാർ പിണറായിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് വോട്ട് ചെയ്യും. അപ്പൊ എന്തുണ്ടാവും? സ്വരാജ് ജയിക്കാൻ അതൊരു ആഡ് ഓൺ ആണ്. ദയവ് ഇത് മനസ്സിലാക്കുക. എല്ലാ പാർട്ടികളും ഇലക്ഷന് നിൽക്കുന്നത് ജയിക്കാനാണ്. അത് ഏതു വിധേനയും ജയിക്കാനായിട്ട് എല്ലാവരും തയ്യാറാവും. ഈ കുതിര കച്ചവടങ്ങളൊക്കെ ഇവർ നടത്താൻ പോകുന്നതാണ്, നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അത് മനസ്സിലാക്കുക.